ഇത് അടയാണ്. ഈ അട എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് സംക്രാന്തി എന്ന് വെച്ചാൽ കർക്കിടകം 1-ാം തീയതിൻ്റെ തലേ ദിവസത്തിനാണ് സംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ സംക്രാന്തിൻ്റെ അന്ന് വൈകുന്നേരം മുറ്റടിക്കലും തളിക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് വീടും പരിസരമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കഴുകാനുള്ളതൊക്കെ കഴുകി തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷമാണ് വൈകുന്നേരം മുറ്റടിച്ച് തളിച്ച് കുളിച്ച് വന്നിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം അട ഉണ്ടാക്കുന്നത്. ഈ അട ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ അട മരിച്ചുപോയ കാരണവന്മാരും മരിച്ചുപോയ ആത്മാക്കളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് കർക്കിടകത്തിൻ്റെ തലേ ദിവസം സംക്രാന്തി എന്ന് പറയും. ആ ദിവസമാണ് ഇത് ചെയ്യണത്. ഇത് ചെയ്ത് രാത്രി പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ശിവോതി വെക്കൽ. ശിവോതി വെക്കുകയെന്ന് വെച്ചാൽ അത് വീടിൻ്റെ മുൻഭാഗത്ത് നടുവിലായിട്ടാണ് ശിവോതി വെക്കുന്നത്. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. പലക കഴുകി കിണ്ടി കഴുകി പലകയിൽ 3 കുറി വരച്ച് അതിൽ ഒന്നിൽ ഇലയിൽ ഭസ്മം വെച്ചു, കിണ്ടി വെച്ചു, അതിൻ്റെ അപ്പുറത്ത് ഉമിക്കരി ഇലയിൽ വെച്ചു. അങ്ങനെ ഉമിക്കരി, ഭസ്മം, വെള്ളം ഇത്രയും സാധനമാണ് ശിവോതിയിൽ വെച്ചിട്ടുള്ളത്. ആ കിണ്ടിയിലെ വെള്ളത്തിൽ ദശപുഷ്പങ്ങളിൽപ്പെട്ട പുഷ്പങ്ങളാണുള്ളത്.